ഹലോ ഗായ്സ്, ഞാനിന്ന് മൂന്നാറിലോട്ടാണ് യാത്ര. അങ്ങനെ മൂന്നാറിലെ ഇടുക്കിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ പാലം കണ്ടു. ഈ പാലം കടന്നിട്ട് വേണം നമുക്ക് മൂന്നാറിലോട്ട് പോകാൻ കേട്ടോ. ഈ പാലം 100 വർഷം പഴക്കമുള്ള പാലമെന്നാണ് ഞാൻ ഒരുപാട് വീഡിയോകളിലും ഒരുപാട് ആൾക്കാർ പറയുന്നതും കേട്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടുക്കിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം മൂന്നാറിലോട്ടുള്ള യാത്ര. ആ വഴിയിൽ തന്നെ കണ്ടില്ലേ എന്തുമാത്രം അരുവികളും എന്തുമാത്രം മലകളും എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ആ ഇടുക്കിയിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു വലിയൊരു അതിശയമായ ഒരു ലോകത്തോട്ട് നമ്മൾ കടന്ന് പോയി എന്നുള്ള ഒരു ഒരു രീതിയാണ് കേട്ടോ. അത്രയ്ക്കും ഭംഗിയാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളും എല്ലാം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു അവിടെ. എന്ത് പറഞ്ഞാലും മതിയാവത്തില്ല. മലകളും കാടുകളും പുഴകളും അരുവികളും വാട്ടർഫോൾസും എന്ത് മനോഹരമാണല്ലേ. ഈ തേയിലത്തോട്ടങ്ങളും എല്ലാം എന്ത് മനോഹരമാണല്ലേ. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് കാറിലൊന്ന് നമ്മൾ ഇറങ്ങിപ്പോകും. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു ഓരോ ഫ്രെയിമിലും. നമ്മളിങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഓട്ടോമാറ്റിക്. കാരണം അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളങ്ങനെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ പോകാനൊക്കെ ശ്രമിച്ചു കേട്ടോ. അങ്ങനെ അവിടെ പിന്നെ കുറച്ച് നേരം മഴയൊക്കെ പെയ്തു. അപ്പോൾ കുറച്ച് നേരം ആ ഭാഗത്തു അത് വലിയ മഴയൊന്നുമല്ല, ചാറ്റൽ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാറെത്തി. അവിടെ ആ ഒരു മൂന്നാർ ഹിൽ സ്റ്റേഷനിലെത്തി. നമ്മൾ ഒരുപാട് കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറക്കാട് റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പാലക്കാട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വർത്താണ് കേട്ടോ. കാരണം ആ ഒരു മലയിൽ ഇടയിലാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ്. അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം ചെന്ന് നമ്മൾ അവിടെ എന്താ പറയുക, റിസപ്ഷനിൽ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ കഴിയുന്നതിന് മുമ്പ് പിന്നെ നമ്മളിവിടെ കയറി അതിൻ്റെ മണ്ടയിൽ പോയി എന്താ പറയുക, ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ നിന്ന് പോയി കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു ഒരു കാഴ്ച തന്നെയാണ് ഇത്. നമ്മൾ പിന്നെ അവിടെ തന്നെ അന്ന് ചെന്ന സ്ഥലത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ ചെന്നപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മഴയ്ക്കും ഒരു ഭംഗിയുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും മൂന്നാർ പോവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പറക്കാട് റിസോർട്ട് ഞാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. നല്ല റിസോർട്ടാണ്. നല്ല എന്താ പറയുക, ആ ഒരു കാർമേഘങ്ങളും ആ ഒരു വ്യൂസും എന്ത് ഭംഗിയാണല്ലേ. ആ ഒരു ഇത് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരമാണ് ചെന്നത്. പിറ്റേന്ന് രാവിലത്തെ കാഴ്ചയാണത്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. പിന്നെ കുറച്ച് നേരം ആ ഒരു കാഴ്ചകളും കണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് സ്ലോ മോഷനും അതുമൊക്കെ എടുത്തു. ഇത്രയും മനോഹരമായ കണ്ടില്ല, ഇത്രയും മനോഹരമായ ഒരു ഭൂമി, അതും പറക്കാട് റിസോർട്ടിൽ ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ ഒരു വലിയൊരു കാഴ്ച നമുക്ക് തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തായാലും ആ മലകളും ആ ഒരു കോടമഞ്ഞും ഇതെല്ലാം കണ്ടില്ലേ, എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. നിങ്ങൾ ആരെങ്കിലും മൂന്നാറിലൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ വിസിറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. നല്ല നല്ല കാലാവസ്ഥയാണ്. നല്ല അവിടെ പിന്നെ എപ്പോഴും ഒരു 50 ഡിഗ്രീസും 70 ഡിഗ്രീസും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയും തണുപ്പ് കുറഞ്ഞ സ്ഥലമല്ലേ. ഒരു 15 ഡിഗ്രിയോ 17 ഡിഗ്രിയോ 20 താഴെയായിരിക്കും എപ്പോഴും അവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ റിസോർട്ട് പറക്കാട് റിസോർട്ടിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം അത് പിറ്റേ ദിവസം രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങി കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞ സമയത്തിന് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഈ സൈക്കിൾ യജ്ഞമൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഒരു രസമായിരുന്നു. അവിടെ ഇത് ചെയ്യുമ്പോഴേ നമുക്കൊരു പേടി ഉണ്ടാവില്ല. കാരണം അത്രയും സേഫ്റ്റി പ്രിക്കോഷൻസ് വെച്ചിട്ടാണല്ലോ ഇതെല്ലാം നമുക്ക് ചെയ്യുന്നത്. പിന്നെ അഡ്വഞ്ചേഴ്സുകളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് മനസ്സിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഞാനിത് ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ. ക്യൂ നിന്നായിരുന്നു ഇത് കയറിയത് കേട്ടോ. അതിനുശേഷം നമ്മൾ പിന്നെയും ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം അത്രയും ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണിതെല്ലാം. റോഡിലൂടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജീപ്പ് എടുത്തിട്ട് നമുക്ക് വലിയ ഹില്ലി ഏരിയസിലോട്ടൊക്കെ പോകാം. സോ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ ഈ പറഞ്ഞ തേയിലത്തോട്ടങ്ങളുണ്ട്. അവിടെ നമുക്ക് പോകാം, നല്ല തേയില വാങ്ങിക്കാം. സോ അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ട്രക്കിങ്ങിന് വേണമെങ്കിൽ കാട്ടിലോട്ട് ട്രക്കിങ്ങിന് പോകാം. സോ അതിന് ജീപ്സ് ഉണ്ട്, അല്ലാത്ത കാഴ്ചകളൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ നമുക്ക് എന്തും ഉണ്ട് അവിടെ. ഒരാഴ്ച നിന്ന് നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് മൂന്നാർ എന്ന് പറയുമ്പോൾ. സോ ഇത് ഭംഗിയാണല്ലേ. ഈ ഒരു ഭംഗിയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. കാരണം ഇത്തരം കാഴ്ചകൾ നമുക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ. ഈ ഒരു വർക്ക് പ്രഷറുള്ള ഒരു സമയത്തും നമ്മുടെ എന്താ പറയുക, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്, പിന്നെ ടെൻഷന്, പ്രഷർ, ഇതെല്ലാം കൂടെ
നമുക്ക് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ചുകൂടെ റിലീഫ് ആവും കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ മലകളിലും കുന്നുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിന് കുളിർമയും നമ്മൾ ടെൻഷനും ഇതെല്ലാം നമ്മൾ മറക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ ഒരു വെള്ളച്ചാട്ടത്തിലും പോയി കേട്ടോ. അത് ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം കണ്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടം റിപ്പിൾ അഡ്വഞ്ചേഴ്സിലാണ് നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ടത് കേട്ടോ അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് ഈ ഒരു സിപ്പ് ലൈനിൽ കയറി കേട്ടോ. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. കണ്ടില്ലേ ആ ഒരു ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കണ്ടില്ലേ. നമ്മൾ ഇത്രയും ഒരു ടോപ്പിലൂടെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും നല്ലൊരു മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് ഈ സിപ്പ് ലൈനിൽ കയറുമ്പോഴാണ് നമുക്ക് ആ കാഴ്ചകൾ ഫുള്ളായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് ഭൂമിയിൽ നിന്ന് കാഴ്ചകൾ കാണുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എയറിൽ നിന്ന് കാഴ്ചകൾ കാണുമല്ലോ എന്ന് പറയുമല്ലോ. അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അതാണെങ്കിൽ തിരിച്ചു വന്നു വെച്ചാൽ പിന്നെ തിരിച്ച് വന്നപ്പോൾ നമ്മൾ ഇരുന്നൊക്കെയാണ് വന്നത് കേട്ടോ. അത് നല്ല രസമായിരുന്നു കേട്ടോ. ആ പുഴയുടെ ഒരു ഭംഗി ആസ്വദിച്ച് എന്ത് രസമല്ലേ. ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീല് തരുന്നൊരു നമുക്ക് ടെൻഷനും ഇതെല്ലാം മാറി കുറച്ച് നല്ല മാനസികമായിട്ട് നല്ലൊരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണല്ലോ അത്. അപ്പോൾ ഇത് റിപ്പിൾ അഡ്വഞ്ചേഴ്സാണിത്. നിങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന്. ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കി കേട്ടോ. അത്രയും ആ ഒരു മലയും ആ ഒരു വെള്ളച്ചാട്ടവും എന്ത് രസമല്ലേ. പിന്നെ അവിടെയൊക്കെ പോവാം കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റിപ്പിൾ അഡ്വഞ്ചേഴ്സിലാണ് പോയത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരത്ത് നിന്നത്. പക്ഷേ അങ്ങനെ ഞാൻ ഫോൺ വെച്ച് ഇങ്ങനെ സൂം ചെയ്ത് കണ്ടു. എന്തായാലും ആ ഒരു കാഴ്ച ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, അതല്ലേ നമുക്കുള്ളൂ. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ഈ അഡ്വഞ്ചേഴ്സിന് വേണ്ടി നമ്മൾ ഇറങ്ങത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അത്രയും മനോഹരമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. അവിടെ അത്രയും മനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ എന്ത് രസമല്ലേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അടുത്തോട്ട് പോയി. ഒരു റിസോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി നിന്ന് കുറച്ച് നേരം ആ വീഡിയോസ് ഇങ്ങനെ എടുത്ത് ആ ഒരു വെള്ളച്ചാട്ടവും ഇങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്താ മനോഹാരിത അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടത്. കാരണം പ്രകൃതി എന്ത് മനോഹരമാണെന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് തിരിച്ചതിന് ശേഷം നമ്മൾ തൃശ്ശൂരുള്ളൊരു സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടത്തിൽ പോയായിരുന്നു കേട്ടോ. ആനയിടിക്കുത്ത് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഭയങ്കര മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി. എനിക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമല്ലേ അത്. അത്രയും നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള വെള്ളമല്ലേ ഇത്. ശുദ്ധമായ വെള്ളമല്ലേ മലയിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ വരുന്നത്. സോ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ അതിലോട്ട് ഇറങ്ങി. ആഴമൊന്നുമില്ല കേട്ടോ. നല്ല രസം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത സമയത്താണ് നമ്മൾ പോയത്. അധികം ആൾക്കാരും ഇല്ലാത്ത സമയത്ത് നമുക്ക് പോകുമ്പോൾ കുറച്ച് നമുക്ക് അധികമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും വീഡിയോ എടുക്കാനും എല്ലാം പറ്റും. ഭയങ്കര മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും പോയി എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അത് ഇവിടെ ഇറങ്ങി കുളിക്കാനും അത്രയും ഒരു വാട്ടർഫോൾസിൻ്റെ ആ ഒരു പരിശുദ്ധമായ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ആസ്വദിക്കാനും ഒക്കെ എന്ത് രസമായിരുന്നു എന്നറിയാമോ. അവിടുത്തെ ആ ഒരു പാറയും മണലും പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം ഞാൻ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെയാണ് എന്താ പറയുക കാഴ്ചകളെന്ന് പറയുന്നത് കേട്ടോ. ഇതിനെക്കാട്ടി വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത